ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഇത് വായിക്കുമ്പോൾ മനസ്സിൽ കൂടി പോകുന്നത് നിശ്ചയമായിട്ടും വിജയലക്ഷ്മിൻ്റെയും മറ്റ് അച്ഛന്മാരുടെയൊക്കെ മനസ്സിൽ കൂടെ പോകുന്നത് ഇന്നത്തെ കുടുംബ ജീവിതത്തിൻ്റെ ശോചനീയ അവസ്ഥ ആണ്. ഇവിടെ നമ്മൾ കാണുന്നു, മറിയം, നമുക്കറിയാം, നേരെ ബൈബിളിലൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ബൈബിളിൽ ഉൾപ്പെടാത്ത ചില പുസ്തകങ്ങളിൽ മറിയത്തിൻ്റെ കുടുംബത്തെപ്പറ്റി പറയുന്നുണ്ട്. ദാവീദിൻ്റെ കുടുംബത്തിൽപ്പെട്ടവളായിരുന്നു അവൾ. അതുകൊണ്ട് ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ അടുക്ക് ഓടിപ്പോകുന്നത്. എലിസബത്ത് കണിശമായിട്ടും ദാവീദിൻ്റെ കുടുംബമായിരുന്നു. ജോസഫും ആയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ വംശാവലി കേട്ടു. എന്ന് പറഞ്ഞാൽ രാജകുടുംബത്തിൽപ്പെട്ട 2 പേർ. ദൈവമേ, അവരാണ് ഈ കാലിത്തൊഴുത്തിൽ ഒന്നുമില്ലാതെ ഒരു കുട്ടിയെ പ്രസവിക്കേണ്ട ഗതികേട് വന്നത്. എല്ലാം രാജാവെന്ന് പറഞ്ഞാൽ ആരാ? സ്വർണം, വെള്ളി, കുബേരത്വമെല്ലാമുള്ള കുടുംബങ്ങളും ആളുകളും. അവിടെ എങ്ങനെയോ ഗതികേട് വന്നുപോയി 2 കൂട്ടർക്കും. ഒരാൾ തച്ചപ്പണിയായിപ്പോയി, ആശാരിപ്പണി. ഇതൊക്കെ ഞാൻ ധ്യാനത്തിൽ വെച്ച് പറയും. പ്രിയപ്പെട്ടവർ, അത് കഴിഞ്ഞു. ഇവൾ ചെറുപ്പത്തിലെ തീരുമാനമെടുത്തു കെട്ടുന്നില്ല എന്ന്. പക്ഷേ യഹൂദ നിയമപ്രകാരം കെട്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇന്നും അങ്ങനെയാണ്. ഏത് പൊട്ടനായാലും ചട്ടനായാലും കെട്ടിയേ മതിയാവും. അതിന് കാരണമുണ്ട്. ഒരു മനുഷ്യൻ പൂർണ്ണനായിരിക്കുന്നത് കെട്ടിലൂടെ, വിവാഹത്തിലൂടെയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആണും പെണ്ണുമായി. നമ്മൾ വായിക്കുന്നു ഉൽപ്പത്തി 1:26. എന്നിട്ട് കർത്താവ് അവരെ അനുഗ്രഹിച്ചു. അത് ഇംഗ്ലീഷിലോ അതിൻ്റെ ഒറിജിനൽ ഭാഷയായ ഗ്രീക്ക് ഭാഷയിലോ കാണാൻ സാധിക്കും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനോട് ചേർന്നാണ്, എങ്കിലേ പൂർണ്ണത ഉള്ളൂ. ഇതാണ് യഹൂദൻ്റെ മനസ്സിൽ. ഒരു പെണ്ണ് സ്വർഗത്തിൽ പോണെ കെട്ടിയേ മതിയാവും, ചെറുക്കനായാലും കെട്ടാ പോവുകയില്ല. അങ്ങനെയാണ്. അപ്പം ഇവൾ വ്രതമെടുക്കുകയും ചെയ്തു കന്യകയാകാൻ. ഇനിയും ഒരു പക്ഷെങ്കിൽ 3 വയസ്സിൽ കന്യകാവ്രതം മറവെടുത്തു എന്നാണ് അത് പറയപ്പെടുന്നത്. അത് ഞാൻ ഒരു പണ്ഡിതൻ്റെ ക്ലാസ് കേൾക്കുമ്പം അദ്ദേഹം പറയുമായിരുന്നു, മിക്കവാറും ഒരു ഓർഫനേജ് എന്ന് പറഞ്ഞാൽ അനാഥശാല ആയിരുന്നിരിക്കാം. പുരോഹിതന്മാരുടെ ഇടയിലാണ് വളർന്നത്. അപ്പോൾ ഇന്നും അച്ഛന്മാരൊക്കെ അനാഥശാല നടത്തുന്ന പോലെ അന്നും ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കാം. അപ്പോൾ ഗതിയില്ലാഞ്ഞിട്ടായിരിക്കാം മാതാപിതാക്കൾ അവിടെ കൊണ്ടാക്കലും. അവിടെ അച്ഛന്മാരുടെ ആ അന്തരീക്ഷത്തിൽ, നല്ല അന്തരീക്ഷത്തിൽ, പ്രാർത്ഥനയുടെ കൃപയുടെ അവർ തീരുമാനിച്ചു കെട്ടുന്നില്ല. അന്ന് കൊച്ചല്ലേ, 3 വയസ്സിൽ ആ തീരുമാനം എടുക്കുന്ന ഓർക്കണം. വളർന്നു വന്നപ്പോൾ ആ പുരോഹിതന്മാർ പറഞ്ഞു, പെണ്ണേ ഈ പണി പറ്റില്ല, കെട്ടിയേ മതിയാവും. അപ്പോൾ അവൾ പറഞ്ഞു കാണും, ഇല്ല, എൻ്റെ കന്യകത്വം ഞാൻ കളഞ്ഞുള്ള കെട്ടെനിക്കില്ല, ഞാൻ ദൈവത്തോടാണ് വ്രതം ചെയ്തിരിക്കുന്നത്. മിക്കവാറും പറഞ്ഞു കാണും. ഇനി അങ്ങനെയൊക്കെ ഒരു സ്വയംവര പരിപാടി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ആ രാജകുമാരികളെ കല്യാണം കഴിക്കാനായിട്ട് സ്വയംവരം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ വിളിച്ചു വരുത്തും, ചെറുപ്പക്കാരെ. എന്നിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. അവളാ തിരഞ്ഞെടുക്കുന്നത്. ഇനി അവിടെ ഒരു ചെറുപ്പക്കാരൻ, അവനാണ് ജോസഫ്. അവനും ഇതുപോലൊരു തീരുമാനം, എന്ത്, കന്യകനായി ബ്രഹ്മചാരിയായി കർത്താവിന് വേണ്ടി ജീവിക്കാം. പ്രിയപ്പെട്ടു, അപ്പോൾ അങ്ങനെയുള്ള ജീവിതം പണ്ടേ മുതലുണ്ട്. കാര്യം യഹൂദ മതപ്രകാരം കല്യാണം കഴിക്കണമെന്ന് നിയമമുണ്ടെങ്കിലും കർത്താവിന് വേണ്ടി കർത്താവിനെ കെട്ടി, ഒറ്റ ഭാഷ പറഞ്ഞാൽ അത് ഞാനോ അല്ലെങ്കിൽ ഇപ്പോൾ വിജിലച്ചനോ കാര്യച്ചനൊക്കെ ഞങ്ങൾ കെട്ടിയവരാ. ഞങ്ങൾക്ക് ഒരു ഭാര്യയുണ്ട്, സഭയാണ് ഞങ്ങളുടെ ഭാര്യ, നിങ്ങളാണ് ഞങ്ങളുടെ ഭാര്യമാരും സഹോദരങ്ങളും മക്കളുമെല്ലാം. അതേപ്പറ്റി ഞാൻ പറയാനല്ല ഈ പ്രസംഗം പറയുന്നത്. അപ്പോൾ അങ്ങനെ 2 പേർ തീരുമാനിച്ചു വിശുദ്ധിയിൽ ജീവിക്കാൻ. ഔസേപ്പും ചെറുപ്പക്കാരും വന്നു. ഔസേപ്പിൻ്റെ കയ്യിലെ ലില്ലി പൂത്തു. അപ്പോൾ അടയാളമായിട്ടെടുത്തു, വിവാഹ നിശ്ചയം ചെയ്തു. കല്യാണം ഒരു പ്രശ്നമല്ല, കാരണം കല്യാണം കഴിഞ്ഞുള്ള ജഡീയ കാര്യങ്ങളൊന്നും അവർക്ക് ശ്രദ്ധയില്ല. ഒന്നു മാത്രമേ ഉള്ളൂ, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അതുകൊണ്ടായിരിക്കാം വിവാഹം നിശ്ചയം എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ഇടയിൽ കല്യാണം പോലെ ആയിരുന്നു. നമ്മുടെ ഇടയിലും അങ്ങനെ ആണല്ലോ, ഇല്ലേ? കൂടിക്കാഴ്ച കഴിഞ്ഞ് ഒത്തുകല്യാണം കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞാൽ നാണംകേടാ. യഹൂദ മതത്തിലും അതുതന്നെയാണ്. കല്യാണത്തിന് തുല്യമാണ് ഈ ഒത്തുകല്യാണം. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഭാര്യ ഗർഭിണിയായി.
നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ, പുരുഷന്മാരും സ്ത്രീകളും. അപ്പോൾ മനസ്സിൽ ഈ വിവാഹ നിശ്ചയം ചെയ്ത ചെറുപ്പക്കാരൻ്റെ മനസ്സിലെ ചിന്ത സ്വാഭാവികമാണ്. ഇവിടെയും കൊണ്ട് ഇനിയും പറ്റില്ല. നമ്മുടെ മലയാള ഭാഷ പറഞ്ഞാൽ തേവിടിച്ച് മനസ്സുകൊണ്ടെങ്കിലും ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ആ നല്ല മനുഷ്യൻ, നമുക്കറിയാം ഇവർ രണ്ടുപേർക്കും ഈ അത്ഭുതം സംഭവിച്ചത് ദർശനത്തിലൂടെയാണ്. ദൂതൻ വന്ന് സ്വപ്നത്തിലാണ് പറഞ്ഞ ഇതെല്ലാം. നീ കന്യകയാണ്, ഗർഭം ധരിക്കും, മകനെ പ്രസവിക്കും, ഈശോ എന്ന് പേരിടണം, അവൻ രാജാവായിരിക്കും. ഇതെല്ലാം സ്വപ്നമാണ്. ജോസഫ് എങ്ങനെ ആപ്പാടെ ഓർത്ത് ഇവിടെ ഉപേക്ഷിക്കണോ വേണ്ടായോ, മനസ്സിലാകപ്പാടെ കലശലായി കിടന്നപ്പോൾ ഒരു സ്വപ്നം. നമ്മളെല്ലാം സ്വപ്നം കാണുന്നവരാ അല്ലേ? നമ്മൾ എത്ര പേര് ആ സ്വപ്നത്തിൽ എന്ത് വിശ്വസിക്കുന്നു? അവിടെയാണ് രണ്ടു പേരുടെയും നന്മ നിറഞ്ഞ ഹൃദയം, കൃപ നിറഞ്ഞ ഹൃദയം, ദൈവത്തെ തേടുന്ന, ദൈവേഷ്ടം തേടുന്ന രണ്ട് വ്യക്തികൾ. കണിശം നമുക്കറിയാം, ഉറക്കവുമുണ്ട്, സ്വപ്നവുമുണ്ട്. തമ്പുരാനിൽ ഉറങ്ങാം, ചുമ്മാ പന്നിയെപ്പോലെ പട്ടിയെപ്പോലെയും കിടന്നുറങ്ങാം. അതുപോലെ തന്നെ സ്വപ്നങ്ങൾ, കള്ളുകുടിച്ച് കിടന്നാലും സ്വപ്നം കാണാം. ഇവിടെ ദൈവിക സ്വപ്നങ്ങളും ഉണ്ട്. ഇത് രണ്ടുപേർക്കും വിവേചിച്ചറിയാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപ. അതുകൊണ്ടാണല്ലോ മറിയത്തെ കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചത്. ഇവിടെയാണ് ഞാൻ ജോസഫിനെ നോക്കുമ്പോൾ കണിശമായിട്ടും ജോസഫിൻ്റെ സ്ഥാനത്ത് ഞാനോ വിചാരിച്ചു, നിങ്ങൾ ആരാലും ഇവളെ വെച്ചുകൊണ്ടിരിക്കുകയില്ല. കാരണം ആളുകൾ അന്നേരേ പറഞ്ഞു കാണും ഉണ്ണാക്കൻ എന്ന്, ആരാണ്ടയുടെ വിഴുപ്പ് ചുമക്കുന്ന ഉണ്ണാക്കൻ. ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ആളുകൾ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവിടെ നിയമപ്രകാരം ഇങ്ങനെ ബന്ധമില്ലാതെ മക്കളുണ്ടായ അവിവിഹിത ബന്ധത്തിൽ പറഞ്ഞ കുട്ടിയെയും തള്ളയും കൊല്ലണമെന്നാണ് നിയമം. പ്രിയപ്പെട്ടവരെ, മിക്കവാറും പാരമ്പര്യം പറയുന്നത് യഹൂദന്മാർ കല്ലെറിയാനായിട്ട് ശ്രമിച്ചെന്നും ഔസേപ്പ് ഇടപെട്ട് പറഞ്ഞില്ല ഇതെൻ്റെ ഭാര്യയാണെന്ന്. എന്നിട്ട് ആണ് അവളെ രക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോന്നും ചിന്തിക്കുമ്പോൾ ഇന്ന് ഒരു കൊച്ചു കാര്യം മതി. ചട്ട മാറുന്ന പോലെ, ഉടുപ്പ് മാറുന്ന പോലെ ഭാര്യയെ ഉപേക്ഷിക്കുക, ഭർത്താവിനെ ഉപേക്ഷിക്കുക. ഇത്ര വലിയ കാര്യമൊന്നും വേണ്ട. ഒരു പുരുഷൻ ഓഫീസിൽ ഒരു പെണ്ണിനോട് മിണ്ടിയെന്ന് മതി, നോക്കിയത് മതി. അല്ലെങ്കിൽ നേരെ തിരിച്ചും ഭാര്യയെ സംശയിക്കുക. ഒരച്ഛനുമായിട്ടായിരിക്കും വർത്താനം പറഞ്ഞത്, ഒരു കൗൺസിലറുമായിട്ടായിരിക്കാം, അപ്പോഴേ പിരിഞ്ഞു. ഔദ്യോഗികമായിട്ട് 30,000 വിവാഹമോചനങ്ങൾ കേരളത്തിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. അതുപോലെ അനൗദ്യോഗികമായിട്ടും ഈ കൗൺസിലിങ്ങൊക്കെ ഇരിക്കുന്നവരോട് വൈദികരോട് ചോദിച്ചാൽ പറയും, എത്ര സ്ത്രീകളാണ് ഉരുകി ജീവിതത്തിൽ കഴിയുന്നത്. ഈ ഭർത്താവിൻ്റെ ആട്ടും തൊഴിയും, ഒരു സ്നേഹത്തിൻ്റെ വാക്ക് പോലും ഇല്ലാതെ, ഒരു രാത്രി പോലും കൂടെ ശയിക്കാതെ വേറെ ഒരു ബെഡിൽ കിടന്നുകൊണ്ട് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പള്ളി വരും, കുമ്പസാരിക്കും, ക്രിസ്മസും ആഘോഷിക്കും. എന്നാ ക്രിസ്മസ്? അവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ അവകാശമില്ല. നിശ്ചയമായിട്ടും ദൈവകൽപ്പനകൾ ലംഘിച്ചുകൊണ്ട്, പാപത്തിൽ ജീവിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ഹിതം തേടാതിരിക്കുന്നവർക്ക് ക്രിസ്മസ് ഇല്ല. ഇതൊക്കെ ചുമ്മാ ബാഹ്യ ആചാരം. നത്താല് അല്ലെങ്കിൽ കൊടിയും പിടിച്ച് വലിയ വലിയ യാത്ര അമേരിക്കയിലും നമ്മുടെ തൃശ്ശൂരും എറണാകുളമൊക്കെ ഭയങ്കരം. ആ വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ സന്തോഷിക്കല്ലേ. ഹല്ലേലൂയ! എന്നാ സന്തോഷിക്കാൻ. നിന്റെ ഹൃദയത്തിലേക്ക് നീ കൈവച്ച് നോക്കൂ. നിനക്കൊരു ക്രിസ്മസ് ഉണ്ടോ? നിന്റെ ഭാര്യയോട്, നിന്റെ ഭർത്താവിനോട്, നിന്റെ മക്കളോട്, കന്യാസികളാണെങ്കിൽ മറ്റേ കന്യാസിയോട്. എന്തൊരു കുശുമ്പ! ആളിനെ ആളായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? ഗർഭിണിയായ ഭാര്യയെ അംഗീകരിച്ചു, സ്വീകരിച്ചു. ഇത് എല്ലാവരും പറയാണ്, അച്ഛനായാലും കന്യാസിയായാലും മത്രാനായാലും. മറ്റേ ആളിനെ ആളായിരിക്കുന്ന വിധത്തിൽ ബലഹീനതകളോടുകൂടി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സ്വീകരിച്ചെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എൻ്റെ ക്രിസ്മസ് പൊള്ള, വെറിയ ഒരു പ്രഹസനം. എന്തിന്? ഒരു നക്ഷത്രം കെട്ടാൻ, പള്ളി വന്ന് വെടികെട്ട് കൂടാനായിട്ട്, കുമ്പസാരം ഒരു കളിപ്പീര്, എന്നിട്ട് വന്നിട്ട് മണ്ണാങ്കട്ട കൊണ്ടുള്ള ആ ഉണ്ണീശോ ഒന്ന് മുത്തി ഒരു നേർച്ചയിട്ട് സന്തോഷമായി വീട്ടിൽ ചെന്ന് ഒരു ഗ്ലാസ് കള്ളുപടിച്ച് ഇറച്ചിയും മീനും തിന്ന് ക്രിസ്മസ് ഗംഭീരം. അതാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്മസ്
ആ പുൽക്കൂട്ടിലെ അനുഭവമായിരുന്നു. അതുകൊണ്ട് ക്രിസ്മസ് എന്ന പേര്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു എങ്ങനെ സ്വയം അർപ്പിച്ചു. മാസ് കുർബാന എന്ന് പറഞ്ഞാൽ അർപ്പണം ആണ്. ഈശോ സ്വയം അർപ്പിക്കാനാണ് ആ ബേത്ലഹേമിൽ പറഞ്ഞത്. ഈ അർപ്പണം പൂർത്തീകരിക്കുന്നത് കുരിശിലാണ്, നമുക്കറിയാം. അതിനുവേണ്ടിയാണ് അവിടെ പിറന്നതും. അപ്പോൾ ദൈവഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ ദൈവനിശ്ചയപ്രകാരമാണ് അങ്ങനെ ആയത് എന്ന് ചിന്തിക്കുന്ന എത്ര മലയാളിയുണ്ട്? നെഞ്ചത്ത് കൈവച്ചൊന്ന് നോക്കണം. ഇവിടെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നു, പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു, കുർബാന കൈക്കൊള്ളുന്നു. ഇനി എന്തെങ്കിലും അർത്ഥമുണ്ടോ മക്കളെ? അർത്ഥമുണ്ടോ? ഇന്നത്തെ അർത്ഥശൂന്യമായ ആഘോഷങ്ങളല്ലേ അത്? എല്ലാം പുറമേ ഉണ്ട്. ക്രിസ്മസ് ഗംഭീരം എവിടെ? പുറമേ. ഉള്ളിൻ്റെ ഉള്ളിൽ പൊള്ള. മാത്രമല്ല, എന്നോട് ഞാൻ എമിറേറ്റ്സ് വിമാനത്തിൽ വരുമ്പോൾ ഒരു യാക്കോബായ സമുദായത്തിലെ ആളായിരുന്നു, എയർ ഹോസ്റ്റസ്. അത് പറയായിരുന്നു, അച്ഛാ, ഒരു ഗർഭിണി ആരോഗ്യമുള്ള കുട്ടിയെ പ്രസവിക്കും, ചാപ്പിള്ളയും പ്രസവിക്കും. ഇന്ന് പല ക്രിസ്ത്യാനികളും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നേരെ ചൊവ്വെ പിറന്ന് വരികയല്ല, ചാപിള്ള ആവുകയാണ്. അച്ഛാ, ഭാര്യയോട്, ഭർത്താവിനോട്, അച്ഛന്മാരോട്, സഭയോടും കടുത്ത വൈരാഗ്യം ഉള്ളി വെച്ചുകൊണ്ട് ബലിയർപ്പിക്കുന്ന വൈദികരും സംബന്ധിക്കുന്ന ആളുകളുമുണ്ട്. അവരുടെ ഉള്ളി വരുന്നത് ചാപിള്ളയാണ്. അച്ഛാ, യേശുവാൻ്റെ ശിശുവല്ല. ഒരു മനുഷ്യൻ്റെ ചിന്ത. സാധാരണക്കാരൻ ഞാൻ അച്ഛനാണെന്ന് കണ്ടപ്പോൾ എന്നോട് പങ്കുവച്ചതാണ്. ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം നമ്മൾ ഈ വേളയിൽ. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ വളരെ മോശമായൊരു കാലഘട്ടത്തിൽ കടന്നു പോകുന്നത്. ലോകത്തെ ചരിത്രത്തിൽ തന്നെ ഇതുപോലൊരു കാലഘട്ടം ഒരു പക്ഷേ ഈശോയ്ക്ക് ഇതുമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും നമ്മൾ ചരിത്രം പഠിച്ചാൽ അതിലും മോശമാണ് ഇന്ന്. അവിടെ യേശുവിനെ സ്നേഹിച്ച് യേശുവിൻ്റെ ഇഷ്ടം നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്കേ ക്രിസ്മസ് ആഘോഷിക്കാൻ അർഹത ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആത്മീയത. ഈ ആത്മീയ വീക്ഷണമില്ലാതെ ഉള്ള ഒരു ക്രിസ്മസിൻ്റെ പരിപാടികളും ദൈവം തമ്പുരാൻ സ്വീകരിക്കില്ല. അത് എനിക്ക് പറയാനുള്ളൂ. മനുഷ്യർ ഇഷ്ടപ്പെടും. നല്ല സ്റ്റാർ, നല്ല വെടികെട്ട്, നല്ല ചണ്ടമേളം, നല്ല ഉണ്ണീശോ ചിരിച്ചുകൊണ്ട് കിടക്കുന്നു മണ്ണാങ്കട്ട. അതെ, എന്നാൽ എൻ്റെ ഉള്ളിലെ ശിശു, എന്നിൽ പിറക്കേണ്ട ജീവിക്കുന്ന ഈശോ ചത്തുപോയി, ചാപിള്ളയാണ്, അല്ലെങ്കിൽ വികലാംഗനോ വികലാംഗയോ ആണ്. അങ്ങനെയും നടക്കുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞായറാഴ്ച കുർബാന ആയതുകൊണ്ട് ധ്യാനത്തിൽ വെച്ച് ചിന്താ ശകലങ്ങൾ തരാം. മക്കളെ, മാനസാന്തരം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുവിൻ്റെ പിറവിയാണ് ദൈവരാജ്യത്തിൻ്റെ ആരംഭം. എന്നാൽ മാനസാന്തരമില്ല എങ്കിൽ ദൈവരാജ്യം ഇല്ല. ഈ മാനസാന്തരം കുറേ പാപങ്ങൾ കണ്ടുപിടിച്ച് ഒരു വിഷയ കൗൺസിലറോട് ചോദിക്കും, ഞാൻ എന്നാക്കെയാണ് പാപം ചെയ്ത, ഈശോയോട് ചോദിക്കാമോ എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒറ്റ അടി കൊടുക്കാൻ തോന്നും. ആത്മശോധന ചെയ്യാതെ, അനുദപിക്കാതെയുള്ള കുമ്പസാരം. എന്നിട്ട് കുറേയൊക്കെ അത് പറയാ പാപങ്ങൾ പറയാതെ മറച്ചു വെച്ചുകൊണ്ട് അച്ഛൻ്റെ കുമ്പസാരവും നടത്തി കുർബാനയും കൈക്കൊള്ളും. നിങ്ങൾക്ക് വചനം അറിയാം. അയോഗ്യരോടെ അവിടുത്തെ ശരീരവും രക്തവും ഭക്ഷിച്ച് പാനം ചെയ്യുന്നവൻ രോഗിയാകുന്നു, ബലഹീനാകുന്നു, ചത്തുപോകുന്നു, മരിച്ചു പോകുന്നു. ഈ മനുഷ്യൻ ഈ യാക്കോബായ സമുദായത്തിലെ ആ ചെറുപ്പക്കാരൻ വലിയ ബൈബിളൊന്നും പഠിച്ചില്ലെങ്കിലും അത് പറയുണ്ട്. അച്ഛാ, ഇന്ന് നമ്മുടെ സഭകളിലെ കുർബാന സ്വീകരണമെല്ലാം ഇതാണ്. അതെ, ചത്ത കുശുകൾ, അല്ലെങ്കിൽ വൈകല്യം, ബലഹീനത, ഒരു പക്ഷെങ്കിൽ ഓട്ടിസ്റ്റ് പിള്ളേരായിരിക്കാം, മന്ദബുദ്ധികൾ. എല്ലാം കാരണം ദൈവകൃപയിൽ നകന്നുപോയി ക്രിസ്ത്യാനികൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇപ്പോഴും അടുത്ത 3 ദിവസവും ഈ ലൈനിൽ ചിന്തിക്കാം. ഞാൻ നിങ്ങളെ അതിന് സഹായിക്കാം. കണ്ണുകൾ ശാന്തമായി അടച്ച് കൈകൾ മാറോട് ചേർത്ത് വെച്ച് ഏതെങ്കിലും മൂല്യം, ഏതെങ്കിലും ചിന്താശകലം നിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ആ വചനം മാംസമാകട്ടെ. എൻ്റെ ഭാര്യയോട് എൻ്റെ സ്നേഹം, എൻ്റെ ഭർത്താവിനോടുള്ള എൻ്റെ സ്നേഹം, എൻ്റെ മക്കളോടുള്ള സ്നേഹം, എൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം,
ആ സ്നേഹമുണ്ടോ? ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള പുറമേയുള്ള പൂച്ചാണോ എൻ്റെ ക്രിസ്തീയ ജീവിതം, എൻ്റെ കത്തോലിക്ക ജീവിതം? എങ്കിൽ എനിക്കൊരു ക്രിസ്മസ് ഇല്ല, വ്യർത്ഥമാണ്, ഷോയാണ്. എൻ്റെ ഈശോയെ എന്നെ രക്ഷിക്കണമേ എന്ന് ഉള്ളുകൊണ്ട് മക്കളെ പ്രാർത്ഥിക്കൂ. ഞാനും അങ്ങനെയാണ്, ഞാനും നല്ലവനൊന്നുമല്ല, ഞാനും തിന്മയിലും പാപത്തിലും ജീവിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി അങ്ങനെ ജീവിക്കാൻ പരിശ്രമിക്കാം. കാലം മോശമാണെന്ന് മാത്രമല്ല, കാലം അവസാനിക്കാറുമാണ്. കൃപയുള്ളവരെ അവിടുന്ന് ഒന്നിച്ച് കൂട്ടുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.